വേൽസ്വാമി, വേൽസ്വാമി, ആരാ? ഞാനാ വിശ്വം. എന്താടാ പന്നിയുടെ പോലെ വാവിളിച്ചു നിൽക്കണേ? തെണ്ടി കഴിവേറി നല്ല പണിയാ നീ കാട്ടിയത്. ഒരു വാക്ക് എന്നോട് മുന്നിട്ട് പോരണ്ടടോ. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഒടുവില് വീട്ടി സ്റ്റേഷനിലെ കരിയുമ്പായെ കണ്ടപ്പോഴാ പറയണേ തീവണ്ടി കയറാൻ വന്നപ്പോ കണ്ടുവന്ന്. അടുത്ത ദിവസം തന്നെ ഞാനും കയറി. പാലക്കാട്ടേക്കാൾ നീ ടിക്കറ്റ് എടുത്തേക്കണമെന്ന് മാത്രം അറിയാം. പാലക്കാട്ട് വന്നിട്ടിപ്പോ ഒരാഴ്ചയായി. തപ്പാനിനി ഒരിടമില്ല. ആലത്തൂര്, ഒറ്റപ്പാലം, ഷൊർണൂര്, മണ്ണാർക്കാട് ലോകം മുഴുവൻ അരിച്ചു പെറുക്കി. ഈ മലമൂട്ടിൽ വന്ന് ഈ കൂടുമെന്ന് ഞാൻ അറിഞ്ഞു. ഭാഗ്യത്തിന് എന്റെ കൈ തന്നെ വന്നു പെട്ടു. ഇല്ലെങ്കിൽ തമ്മി കാണാൻ പറ്റാതെ തിരിച്ചു പോയേനെ. കാണാണ്ട് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ അറിഞ്ഞു ബോംബെക്കാരന് തടിയും വന്ന് കൂടിയിട്ടുണ്ടെന്ന്. പിന്നെ ഹരഹരോ ഹരഹര. വന്നേ. ഹിന്ദിയ കഥം കുതാ ഹെ. ഇത് നമ്മളൊന്ന് മറ്റേ അവന്റെ സ്ഥലമാണല്ലേ? ദാമോദരൻ, ആ കാണുന്നതാ വീട്. അയാളുടെ ദോസ്താന്നാ പറഞ്ഞേക്കണ. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു. ആ തള്ള എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി. നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. തിരുത്താൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. മഹാഭാവങ്ങളാ. ബിന്ദാസ്. ചാവാൻ തീരുമാനിച്ചു വന്നാ നമ്മളെന്ത് ചെയ്യാനാ? അല്ല, നിനക്കെങ്ങനെ ആളെ സ്ഥലമൊക്കെ പിടികിട്ടി? അയാളുടെ ഒരു ബാഗ് വണ്ടിയിലുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു എല്ലാ വിവരവും. അങ്ങനെ വരട്ടെ. അല്ലെങ്കിൽ പോലീസ് ഇപ്പോ ഇവിടെ വിവരം കൊടുത്തേനെ. അന്വേഷണം എല്ലാം ഉണ്ടായ ആർക്കറിയാം? ഊരും പേരും ഉള്ളവര് ചത്തിട്ടൊരു തുമ്പും കിട്ടണില്ല. പിന്നല്ലേ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ചത്താല്. കോർപ്പറേഷൻകാർക്ക് പണിയായി. ഏതായാലും വന്നു പെട്ട സ്ഥലം കൊള്ളാം. എനിക്കിഷ്ടായി. അതെ, ഞങ്ങള് നാളെ ഗുരുവായൂർക്ക് വരാതിരിക്കുകയായിരുന്നു. മൂപ്പർക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന്. നീ ഇല്ലാതെ ഒരു സുഖമില്ലടാ. അല്ല, വീട്ടിൽ പോയിട്ട് പെട്ടെന്നെന്താ പോന്നേ? എന്റെ അമ്മ ചത്തോ? നിന്റെ അമ്മ ചത്തോ? എന്റെ അമ്മയുടെ രണ്ടാം പാപ്പാനുണ്ടായിരുന്നല്ലോ, അയാളും ചത്തോ? അല്ലെങ്കിൽ മറ്റെടുത്ത് തൊഴിച്ചു വിട്ടോ? നന്നായി നന്നായി. ഇനിയിപ്പോ അമ്മാക്കിമ്മാന്നും പറഞ്ഞ് ബോറടിപ്പിക്കണ വർത്താനവും പറഞ്ഞിട്ട് വരില്ലല്ലോ. വലുതായി ഇവന് വിചാരമുണ്ട്. ഇവന് അമ്മയുണ്ട്, അമ്മയുടെ നായരുണ്ട്, ബന്ധസ്വന്തങ്ങളുണ്ട്. അവർക്കൊക്കെ ഇവൻ തേനാണ്, പാലാണ്. മണ്ണാൻ കട്ട വെറുതെ ഒക്കെ തട്ടിപ്പാന്നേ. കള്ളത്തരം ആയില്ല കണ്ട. നിനക്ക് വിഷമായോ? ചിലത് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത. എനിക്കില്ലാത്തൊക്കെ നിനക്കുണ്ടെന്ന് പറയുമ്പോ എനിക്ക് കലി കയറും. എറണാകുളം റെയിൽവേ സ്റ്റേഷനില് 2 വയസ്സുള്ള എന്നെ ഉറക്കി കിടത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി പോയി വരുത്തിയ എന്റെ ഓർമ്മയില്. എനിക്ക് നിന്റെ അമ്മ ചത്തുന്ന് കേട്ടാ ഒന്നും തോന്നില്ല, ചിരിയാ വരിക.
എന്റെ അമ്മ ചത്തിട്ടൊന്നുമില്ല. ഇല്ലേ? അപ്പൊ നീ പറഞ്ഞതോ? എപ്പ പറഞ്ഞു? മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല. ഇത് ഞാൻ ആരും ഉണ്ടായി. എന്റെ അമ്മയുടെ ജീവിതം തകർത്ത ശത്രു. ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. അതിന് ഈ കാലം അത്രയും മനസ്സുകൊണ്ട് മാപ്പും പറഞ്ഞു. ആരും വേണ്ട, നമുക്ക് ഈ ഭൂമിയിൽ ആരും വേണ്ട. നീ വിഷമിക്കാണ്ടിരി. നമുക്ക് ആരും വേണ്ട. തെരുവാ നമ്മളെ വളർത്തിയത്. ഓടയിൽ പന്നിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞത്. ആരും ഉണ്ടായിരുന്നില്ല. ഇനി ആരും വേണ്ട. എനിക്ക് നീ ഉണ്ടായാൽ മതി. നിനക്ക് ഞാനുണ്ടാവും. സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് വൃത്തിയാക്കിയ ഒരു ഇരുമ്പാണ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തുക. ഏതാനും മിനിറ്റിന് ശേഷം ആണി പരിശോധിക്കുക. ഇരുമ്പാണി ചെമ്പാണിയായി മാറിയിരിക്കുന്നു. നീല നിറത്തിലുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് സിങ്ക് തകിടുകൾ വിവിധ ലായനികളിൽ. മുത്തശ്ശി, ദേ വിശ്വേട്ടൻ. വിശ്വേട്ടൻ എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. അപ്പൊ വീട്ടിൽ പോയില്ലേ? ആ, പോയി. മരിക്കുന്നതിന് മുമ്പേ നിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. വിശ്വേട്ടൻ പോയ പിന്നെ മുത്തശ്ശിക്ക് കഞ്ഞി വേണ്ട, വെള്ളവും വേണ്ട, കിടപ്പന്നെയായിരുന്നു. അതുകൊണ്ടൊന്നല്ല, വയ്യ, വിശപ്പില്ല. അമ്മയെ കണ്ടില്ലേ? കണ്ടു. അമ്മയ്ക്ക് സന്തോഷായോ? വളരെ സന്തോഷായി. പിന്നെ എന്താ വേഗം പോന്നേ? ഒരാഴ്ച അമ്മയുടെ കൂടെ അവിടെ നിക്കാറുന്നില്ലേ? തന്നെ വെറുതെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ജോലി നോക്കണം. ഇടയ്ക്ക് പോയി കാണാലോ. ഞാൻ കൊല്ലപ്പണി പഠിച്ചോ? ഓടി. ഇനി ഇവിടെ തന്നെ തങ്ങാമെന്നാ വിചാരിക്കുന്നത്. ഈ നാടൻ ഇഷ്ടപ്പെട്ടു തോന്നണോ? ഈ നാട് മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇഷ്ടായി. ഞങ്ങളുടെ ഭാഗ്യം. വിശ്വേട്ടനോട് ഉണ്ടാവുമ്പോ പലർക്കും ഒരു പേടിയുണ്ട്. മെനഞ്ഞാന്ന് രാത്രി ആ കുമാരൻ പിന്നെ വന്ന് ചീത്ത വിളിച്ചു. അതവന് കിട്ടിയത് പോരാഞ്ഞിട്ടാ. ഇനിയും തല്ലു കൂടിക്കണോ? അതൊന്നും സാരല്ല, അതങ്ങനെ കിടക്കും. അല്ല, ഒരു ചങ്ങാതി വന്നേണ്ടല്ലേ? അതെ. വിശ്വേട്ടന് ക്ലോസ് ഫ്രണ്ട് ആണോ? ആ, എന്താ ചോദിച്ചേ? ഒന്നുമില്ല, അവൾക്ക് ചന്തം പിടിച്ചിട്ടുണ്ടാവില്ല. ആണാ? എന്റെ കാര്യമാണല്ലോ പറയണത്. അല്ല, മോനും അവിടെ എന്റെ മോൻ ദാമുവിന്റെ വിവരം ഒന്നും കിട്ടിയില്ല അല്ലേ? ഇവൻ താമസം വേറെ അടുത്താ. അതുകൊണ്ട് ദാമുമായിട്ട് അത്ര പരിചയമുണ്ട് അല്ലേ? പൊതുയോഗം കഴിഞ്ഞില്ലേ? ഇതാണോടി പഠിപ്പ്? പോയി വായിക്കടി. കൊഞ്ചാൻ നിന്ന് അങ്ങനെ നിക്കും ശവം. ഇന്ന് പണിക്ക് ഇരിക്കണ്ടേ? സഭ കൂടി നിന്നാ മതിയോ? ഞാൻ വിശ്വം വന്നപ്പോ അങ്ങനെ മുത്തശ്ശി അതിന് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്ക്. കരയണ കേട്ടില്ലേ? എന്താ ഇളിക്കണേ? ഒന്നുമില്ല. ഇതാ രാക്കമ്മയുടെ മോളാണോടാ? മോളല്ല, അമ്മ. വാ. നീ എന്താ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോകുന്നുണ്ടോ? അല്ല, ഒരു ആലോചന അല്ലെങ്കിൽ വല്ല പ്രേമത്തിലും പെട്ടോ? പ്രേമോ? എന്താ നിനക്കൊന്നുമില്ലേ? അപ്പുറത്ത് 3 സ്വയംബൻ ചരക്കുകള്. നീ സിനിമയിലെ കാണുന്ന ഹീറോയെ പോലെ ഇവിടെ. ഈ കേരളം ഇത്രക്ക് നല്ലതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ബോംബെയിലൊക്കെ വേറെ മേക്കപ്പ് അല്ലേ? ഇത് നല്ല സമയം. ഒരെണ്ണോട് കാച്ച്. എനിക്ക് വേണ്ട. എന്താ ഇതും നിർത്തിയ? ഇക്കണക്കിന് പോയാൽ നിന്റെ പേരിൽ പള്ളി പണിയേണ്ടി വരും. സെന്റ് വിശ്വം ചർച്ച്. ഈ ഉച്ച നേരത്ത്? അയ്യടാ, ഉച്ചക്ക് കാച്ചാത്തൊരു മോൻ രാക്കമ്മയുടെ കയ്യിൽ നിന്ന് നിരന്നു വാങ്ങിയ പണം കൊണ്ട് കട്ടനടിച്ചിട്ട് വെയിലത്ത് പോയി മൂക്കാന്ന് എന്റെ തന്തയാ. പിടിക്കണ. ആ വേലുസ്വാമി അറിഞ്ഞ ഒന്നുമല്ലല്ലോ, അയാളൊരു സ്വാമിയല്ലേ? ആ സ്വാമിയെ വെള്ളം ഒഴിക്കാണ്ട കാച്ച. സ്വാമി കുടിക്കൂ? വിഴുങ്ങും. ഇതാ ഇങ്ങനെ. അപ്പോഴേ എന്താ നമ്മുടെ പരിപാടി? അതാ ഞാനും ആലോചിക്കണ. എന്ന് മടങ്ങാനാ നിന്റെ പ്ലാൻ? നിന്റെ പരിപാടി എന്താണെന്ന് പറ. ഞാനിനി ഇവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് കൂടിയാലോ എന്ന് ആലോചിക്കുക. അച്ഛാ, ഇവിടെ വന്നപ്പോഴാ മനസ്സിലാകണേ നീ പറഞ്ഞു നോക്കിയാ ശരി. ബോംബെയിലെ തിരക്കും ബഹളവും പിന്നെ രാക്കമ്മയുടെ ചവിട്ടും തുപ്പും എനിക്ക് മടുത്തു. അപ്പൊ നീ തിരികെ പോണില്ലേ? നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ?
കാലമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ, നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിച്ചൂടെ? നീ അന്ന് പറഞ്ഞില്ലേ നമ്മള് നാട്ടിൽ പോയിട്ട് നമ്മളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാന്ന്. നീയും എന്നെ പറ്റിക്ക.